ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് പാസ്ത വേവിക്കുന്നതിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും 1.5 കപ്പ് പാസ്തയും ഇട്ട് കൊടുക്കാം. വെന്തു വന്ന പാസ്ത മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ അല്പം ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആൽഫ്രെഡോ സോസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഹെവി ക്രീമും 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ക്രീമിന് പകരം പാലും ഉപയോഗിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റി ക്രീം ഉപയോഗിക്കുമ്പോഴാണ്. ഇതുപോലെ തിള വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മൊസറല്ല ചീസും മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് 1/4 ഭാഗത്തോളം പാസ്ത ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആൽഫ്രെഡോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മീതെ അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവനിൽ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗവിൽ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ മെൽറ്റായി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നതാണ് ഇതിന്റെ ഫോം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ.